Hi students, welcome to the lecture. Today we will be dealing with GDP, its measure and growth rate. So without much delay, let's move on to the topic. Before that, നമ്മളിപ്പോൾ ഒരു ട്യൂഷൻ ക്ലാസ് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. സോ എക്കണോമിക്സിന് എക്സാമിനേഷൻ പ്രിപ്പറേഷൻ ഒക്കെ ആവശ്യമുള്ളവർ ആ മെയിൽ ഐ ഡിയിലോട്ടേക്ക് മെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ടോപ്പിക്സ് ആണോ വേണ്ടത് ആ ടോപ്പിക്സ് നമ്മൾ ട്യൂഷനായിട്ട് എടുക്കുന്നതായിരിക്കും. സോ without much delay, let's move on to the topic. GDP. GDP is defined as the market value of all final goods and services produced domestically in a single year and is the single most important measure of macroeconomic performance. ഒരു എക്കോണമിയുടെ ഓവറോൾ പെർഫോമൻസ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്ന ഒരു മെഷറാണ് GDP എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ GDPക്കകത്ത് നമ്മുടെ ഗുഡ്സിന്റെയും സർവീസസിന്റെയും എല്ലാം മാർക്കറ്റ് വാല്യൂ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ടേക്കിംഗ് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് വിച്ച് ഈസ് പ്രൊഡ്യൂസ്ഡ് ഡൊമസ്റ്റിക്കലി, അതായത് ഇന്ത്യൻ ടെറിട്ടറിക്കകത്ത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ മാർക്കറ്റ് വാല്യൂ ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. ഏത് വർഷത്തേക്കാണ് എടുക്കുന്നത്? ഓരോ വർഷങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് എടുക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒരു എക്കോണമിയുടെ മാക്രോ ലെവൽ പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് GDP സഹായിക്കുന്നു. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. Then a related measure of the economy's total output product is the gross national product, which is the market value of all final goods and services produced by a nation in a single year. സോ ഇവിടെ നമുക്ക് മറ്റൊരു കാര്യം കൂടി പഠിക്കാനുണ്ട്, അതാണ് GNP എന്ന് പറയുന്നത്. GNP എന്താണ്? GNPയും ഫൈനൽ മാർക്കറ്റ് വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് തന്നെയാണ്. പക്ഷേ ഇതൊരു നേഷൻ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതാണ്. ഒരു വർഷം ഒരു നേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അതായത് ആ നേഷന്റെ അകത്തുള്ള ആൾക്കാര് ഇൻ കേസ് അവർ ഔട്ട്സൈഡ് ദ ടെറിട്ടറി ആണ് എങ്കിൽ പോലും അവർ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ മാർക്കറ്റ് വാല്യൂ നമ്മൾ GNPയിൽ അക്കൗണ്ട് ചെയ്യും. എന്നാൽ GDPയുടെ കേസ് എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഡൊമസ്റ്റിക് ടെറിട്ടറിയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ മാർക്കറ്റ് വാല്യൂ ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. സോ ഇവിടെ നമുക്ക് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. GDPയും GNPയും എന്താണ്? ഡിഫറെന്റ് ആണ്. ഓക്കെ, GDPയും GNPയും ഡിഫറെന്റ് ആണ്. GDPയുടെ കേസിൽ ഫൈനൽ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ബൈ domestic territory of a country. Okay, GNPയുടെ കേസിൽ it is the final value of goods and services produced by the residents of a country in a single year or a financial year. Okay, ഇവിടെ നമുക്ക് നേഷന്റെ അകത്തും പുറത്തും താമസിക്കുന്ന റെസിഡൻസ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ വാല്യൂ നമുക്ക് GNPയിൽ അക്കൗണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇതാണ് ബേസിക് ആയിട്ടുള്ള GDP GNP ഡിഫറൻസ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ദെൻ GDPയും GNPയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ടെക്നിക്കൽ ആണ്. GDP includes only goods and services produced by a nation's own citizens and firms. സോ ഇവിടെ നോക്ക്, GDPയുടെ കേസിൽ ഒരു പെർട്ടിക്കുലർ ടെറിട്ടറി, ഫോർ എക്സാമ്പിൾ ഇത് നമുക്ക് ഇന്ത്യൻ ടെറിട്ടറി ആണ് എന്ന് കൺസിഡർ ചെയ്താൽ ഇവിടെ ഉള്ള റെസിഡൻസ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ് മാത്രമായിരിക്കും GDPയിൽ അക്കൗണ്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതായത് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഔട്ട്സൈഡ് എ നേഷൻസ് ബൗണ്ടറി ബൈ ദ നേഷൻസ് ഓൺ സിറ്റിസൺസ് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ GDP. അതായത് ഫോർ എക്സാമ്പിൾ ഇത് ഔട്ട്സൈഡ് ടെറിട്ടറി ആണ്, ഇവിടെയും ഇന്ത്യയിൽ സിറ്റിസൺസ് താമസിക്കുന്നുണ്ട്. എന്നാൽ ഈ B എന്ന് പറഞ്ഞിരിക്കുന്ന റീജിയൻസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ വാല്യൂ എവിടെ അക്കൗണ്ട് ചെയ്യില്ല? GDPയിൽ അക്കൗണ്ട് ചെയ്യത്തില്ല. പക്ഷേ നമുക്ക് GNPയിൽ അത് അക്കൗണ്ട് ചെയ്യും. ഓക്കെ, അതായത് നമ്മുടെ ഗുഡ്സ് ആൻഡ് സർവീസസ് നമ്മുടെ റെസിഡൻസ് മറ്റു കൺട്രിയിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും അവ നമ്മുടെ GNPയിൽ ഇൻക്ലൂഡ് ചെയ്യും. എന്നാൽ നമ്മുടെ GDPയിൽ അവ ഇൻക്ലൂഡ് ചെയ്യപ്പെടില്ല. ഓക്കെ, then typically there is not much difference in the reported values of GDP and GNP. നമ്മൾ ഇങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിലും GDPയിലും GNPയിലും മച്ച് ഡിഫറൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. So one may use either statistic to measure overall macroeconomic activity. The rest of the section is on the focus of
GDP. So നമുക്ക് ഇവിടെ GDP GNP എന്താണെന്ന് മനസ്സിലായി. ഈ ബേസിക് ഡിഫറൻസ് എവിടെ പോയാലും അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ നമുക്കൊരു ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ നെറ്റിനൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും GDP GNP മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ. സോ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ട് വേണം പോകാനായിട്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് സെക്ഷനിൽ മുഴുവൻ പോകുന്നത് GDP എന്താണ്, അതിന്റെ മെഷർ എങ്ങനെയാണ് ചെയ്യുന്നത്, അതുപോലെ GDP ഗ്രോത്ത് റേറ്റ് എങ്ങനെയാണ് നോക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, മൂവിങ് ഓൺ. മെഷറിംഗ് ഓഫ് GDP. ഈ GDP മെഷർ ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് അപ്രോച്ചുകളാണ് മെയിൻ ആയിട്ടുള്ളത്. എന്തൊക്കെയാണത്? എക്സ്പെൻഡിച്ചർ അപ്രോച്ചും ഇൻകം അപ്രോച്ചും. ഓക്കെ, എക്സ്പെൻഡിച്ചർ അപ്രോച്ച് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമ്മുടെ ചെലവുകൾ ബേസ് ചെയ്തിട്ടുള്ള GDP മെഷർമെന്റ് ആണ്. ഇൻകം അപ്രോച്ച് എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ലഭിക്കുന്ന ഇൻകം അനുസരിച്ചിട്ടുള്ള GDP മെഷർമെന്റ്സ് ആണ്. സോ GDP മെഷർ ചെയ്യുന്നതിനായിട്ട് നമുക്ക് രണ്ട് വേസ് ആണ് ഉള്ളത്. ഒന്ന് എക്സ്പെൻഡിച്ചർ അപ്രോച്ചും രണ്ടാമത്തത് ഇൻകം അപ്രോച്ചും ആണ്. എക്സ്പെൻഡിച്ചർ അപ്രോച്ചിൽ നമ്മുടെ എല്ലാ ഡൊമസ്റ്റിക് എക്സ്പെൻഡിച്ചേഴ്സിന്റെ മാർക്കറ്റ് വാല്യൂ ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഗുഡ്സും സർവീസസും പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഡൊമസ്റ്റിക്കലി ഉണ്ടായിരിക്കുന്ന എല്ലാ എക്സ്പെൻഡിച്ചേഴ്സിന്റെ മാർക്കറ്റ് വാല്യൂ സം ചെയ്തിട്ടുണ്ട് എങ്കിലാണ് നമുക്ക് എക്സ്പെൻഡിച്ചർ മെത്തേഡ് കിട്ടുന്നത്. Final goods and services are the goods and services that have been purchased for the final use or the goods and services that will not be resold or used in production within the year. നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴൊക്കെ പറഞ്ഞു ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ്, ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന്. അപ്പൊ എന്താണ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ്? ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ നിന്ന് നമ്മുടെ കൺസപ്ഷന് വേണ്ടിയിട്ട് വാങ്ങിക്കുന്ന ഗുഡ്, അതായത് നമുക്കത് വീണ്ടും റീസെല് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ഇനി ഒരു പ്രൊഡക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ടോ സാധിക്കത്തില്ല. അങ്ങനെയുള്ള ഗുഡ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കൺട്രിയിൽ ഉണ്ടായിരിക്കുന്ന എക്സ്പെൻഡിച്ചേഴ്സിനെയാണ് നമ്മൾ എന്തിൽ ആഡ് ചെയ്തിരിക്കുന്നത്? എക്സ്പെൻഡിച്ചർ അപ്രോച്ചിൽ ആഡ് ചെയ്തിരിക്കുന്നത്. Intermediate goods and services which are used in the production of final goods and services are not included in the expenditure approach to GDP. നോക്ക്, ഇവിടെ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഗുഡ്സ് ഉണ്ട് അല്ലെ, അതുപോലെ തന്നെ സർവീസസ് ഉണ്ട്. അതായത് നമുക്ക് ഫൈനൽ ഗുഡ്സ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പല ഇന്റർമീഡിയറ്റ് ഗുഡ്സും സർവീസസും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. സോ ഇവ എക്സ്പെൻഡിച്ചർ അപ്രോച്ചിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഓക്കെ, അതിന് കാരണം എന്താണ്? ബിക്കോസ് എക്സ്പെൻഡിച്ചേഴ്സ് ഓൺ ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ മാർക്കറ്റ് വാല്യൂ ഓഫ് എക്സ്പെൻഡിച്ചേഴ്സ് മെയ്ഡ് ഓൺ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ്. സോ ഫൈനലി നമ്മൾ പ്രൊഡ്യൂസ്ഡ് ആക്കിയിരിക്കുന്ന ഗുഡ്സിനും സർവീസസിന്റെ മാർക്കറ്റ് വാല്യൂവില് അല്ലെങ്കിൽ അവരുടെ പ്രൈസിൽ ഓൾറെഡി നമ്മൾ ഈ ഇന്റർമീഡിയറ്റ് ഗുഡ്സിന്റെ എക്സ്പെൻഡിച്ചറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്, ഒരു സെപ്പറേറ്റ് ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ എക്സ്പെൻഡിച്ചർ ആഡിങ് വേണ്ട. അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ഡബിൾ കൗണ്ടിങ് ഉണ്ടാകും. ഈ ഒരു ഡബിൾ കൗണ്ടിങ് ഉണ്ടാക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസിനെ ഉൾക്കൊള്ളിക്കാത്തത്. ഓക്കെ, ദെൻ including expenditures on both intermediate and final goods and services would lead to double counting and an exaggeration of the true market value of GDP. So GDP യുടെ correct value നമുക്ക് estimate ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഇവ കാരണം ഉണ്ടാകും. ഈ ഡബിൾ കൗണ്ടിങ്ങും എക്സാഗ്രേഷനും ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡൊമസ്റ്റിക് എക്സ്പെൻഡിച്ചേഴ്സ് ഓഫ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് മാത്രം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ഓൾറെഡി നമ്മുടെ ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഉണ്ട്. ഇതാണ് എക്സ്പെൻഡിച്ചർ അപ്രോച്ച്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. ഇനി ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓൺ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിനെ നമുക്ക് വീണ്ടും ചെറുതാക്കാം. എങ്ങനെയാണ്? 4 എക്സ്പെൻഡിച്ചർ കാറ്റഗറീസ് ആയിട്ടാണ് നമ്മൾ തിരിക്കുന്നത്. ഈ ടോട്ടൽ എക്സ്പെൻഡിച്ചേഴ്സിനെ നമ്മൾ 4 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. Okay, the sum total of these 4 expenditure categories equals to GDP. So ഈ total expenditures നമ്മൾ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തു. ആ 4 കാറ്റഗറീസിനെയും കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ് ടോട്ടൽ GDP. ഓക്കെ, അപ്പൊ അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ ആണ്. Personal consumption expenditure on goods and services comprise the largest share of total expenditure. ഒരു total expenditure നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് ഓരോ വ്യക്തികൾ അവർ
കൺസപ്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിനെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ കൺസപ്ഷൻ ഓഫ് ഗുഡ്സ് എക്സ്പെൻഡിച്ചേഴ്സിന്റെ അകത്ത് തന്നെ നമുക്ക് നോൺ ഡ്യൂറബിൾ ആയിട്ടുള്ള ഗുഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ അതായത് ഫുഡ്, ക്ലോത്തിങ് അങ്ങനെയുള്ളത്. അതുപോലെ തന്നെ ഡ്യൂറബിൾ ആയിട്ടുള്ള ഗുഡ്സ് ഉണ്ട്, അപ്ലയൻസസ്, ഓട്ടോമൊബൈൽസ് അങ്ങനെയുള്ളത്. സോ ഡ്യൂറബിൾ, നോൺ ഡ്യൂറബിൾ എന്ന് പറഞ്ഞിരിക്കുന്നത് എക്കാലവും നിലനിൽക്കുന്നതും നിലനിൽക്കാത്തതുമാണ്. ഓക്കെ, അതായത് നോൺ ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഫുഡ് കഴിക്കുന്നു, നോൺ ഡ്യൂറബിൾ ആണ്. അതേപോലെ തന്നെ അപ്ലയൻസസ് ഡ്യൂറബിൾ ആണ്, കുറച്ചു കാലം കൂടി ഈട് നിൽക്കും. അപ്പം നമ്മൾ ആ ഒരു കൺസിഡറേഷനിലാണ് ഈ ഒരു നോൺ ഡ്യൂറബിൾ ഗുഡ്സും ഡ്യൂറബിൾ ഗുഡ്സും കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇനി കൺസപ്ഷൻ സർവീസ് എക്സ്പെൻഡിച്ചേഴ്സിന്റെ അകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്ന എല്ലാ പേഴ്സണൽ സർവീസസും ആണ്. അതായത് ഇപ്പൊ ബാർബേഴ്സ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, ലോയേഴ്സ് ഉണ്ട്, മെക്കാനിക്സ് ഉണ്ട്, ഇവരുടെ ഒക്കെ സർവീസസ് എന്താണ്? പേഴ്സണൽ സർവീസസ് ആണ്. സോ ഇവയാണ് കൺസപ്ഷൻ എക്സ്പെൻഡിച്ചറിന്റെ അകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇനി വരുന്നതാണ് ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ എന്നുള്ളത്. ഈ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചറിനെ നമുക്ക് രണ്ട് കാറ്റഗറി ആയിട്ട് തിരിക്കാം. എക്സ്പെൻഡിച്ചേഴ്സ് ഓൺ ഫിക്സ്ഡ് ഇൻവെസ്റ്റ്മെന്റ് ഗുഡ്സ് ആൻഡ് ഇൻവെന്ററി ഇൻവെസ്റ്റ്മെന്റ്. ഒന്നാമത്തത് ഫിക്സ്ഡ് ഇൻവെസ്റ്റ്മെന്റ് ഗുഡ്സിന്റെ അകത്തുണ്ടാകുന്ന എക്സ്പെൻഡിച്ചേഴ്സ്, രണ്ടാമത്തത് ഇൻവെന്ററി ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഫിക്സ്ഡ് ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഗുഡ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് കുറെ കാലത്തേക്ക് നമുക്ക് യൂസ്ഫുൾ ആകുന്ന ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഗുഡ്സിനെയാണ് നമ്മൾ ഫിക്സ്ഡ് ഇൻവെസ്റ്റ്മെന്റ് ഗുഡ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ എക്സ്പെൻഡിച്ചേഴ്സ് ഓൺ ഫിക്സ്ഡ് ഇൻവെസ്റ്റ്മെന്റ് ഗുഡ്സിന്റെ അകത്ത് എന്തൊക്കെയാണ് ഉൾക്കൊള്ളുന്നത്? പുതിയ എക്യുപ്മെന്റ് വാങ്ങിക്കുക, അല്ലെങ്കിൽ പുതിയ ഫാക്ടറി ബിൽഡ് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് മറ്റ് നോൺ റെസിഡൻഷ്യൽ ഹൗസിംഗ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ പുതിയ റെസിഡൻഷ്യൽ ഹൗസിംഗ് നമ്മൾ വാങ്ങുക, അല്ലെങ്കിൽ നമുക്ക് നിൽക്കാനായിട്ടുള്ള ഒരു വീട് വാങ്ങിക്കുക, അങ്ങനെയുള്ളതൊക്കെയാണ് കുറെ കാലത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ മേടിക്കുന്നതാണ്. സോ അതൊരു ഫിക്സ്ഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇനി ഈ ഫിക്സ്ഡ് ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചേഴ്സിനകത്ത് മറ്റു കുറച്ച് കാര്യങ്ങളും കൂടി ഉൾക്കൊള്ളുന്നുണ്ട്. എന്തൊക്കെയാണ്? എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റ്മെന്റ് ഗുഡ്സിനെ നമ്മൾ റീപ്ലേസ് ചെയ്യുവാണ്, അതായത് ഡിപ്രിസിയേഷൻ ഉണ്ടാവുകയാണ്, വിയറിംഗ് ഉണ്ടാവണം, ടിയർ ഓഫ് ഉണ്ടാകണം. ആ ഒരു കേസ് വരികയാണെങ്കിൽ അവയെ നമ്മൾ റിപ്പയർ ചെയ്യണം അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യണം. അവയ്ക്കൊരു കോസ്റ്റ് ഉണ്ട്. ആ കോസ്റ്റും കൂടി ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചേഴ്സിന്റെ ഫിക്സ്ഡ് ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചറിന്റെ അകത്ത് ഉൾക്കൊള്ളുന്നുണ്ട്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. Then the market value of all investment goods that must be replaced in a single year is referred to as depreciation. നമ്മൾ പറഞ്ഞല്ലോ, ഓരോ വർഷവും ഓരോ ഇൻവെസ്റ്റ്മെന്റ് ഗുഡ്സിനകത്ത് ഉണ്ടാകുന്ന വിയർ ആൻഡ് ടിയർ കാരണം നമ്മൾ അവ മാറ്റേണ്ടതായിട്ട് വരുന്നുണ്ട്. സോ അങ്ങനെ മാറ്റുമ്പോൾ നമുക്കുണ്ടാകുന്ന കോസ്റ്റ് ആണ് ഡിപ്രിസിയേഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇൻവെന്ററി ഗുഡ്സ് എന്താണ് എന്ന് നോക്കാം. They are the final goods waiting to be sold that the firms have hand at the end of the year. സോ ഫൈനൽ ഗുഡ്സ് ആണ് ഇവ. എന്ത്? ഈ ഇൻവെന്ററി ഗുഡ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് ഫേംസിന് ഇറ്റ് ടു ബി സോൾഡ് ദാറ്റ് ഫേംസ് have a hand at the end of the year. The year-to-year change in the market value of firms' inventory goods is considered as investment expenditure. അതായത് പ്രതിദിന അല്ലെ പ്രതിവർഷം എന്താണ് സംഭവിക്കുന്നത്? ഈ ഫൈനൽ ഗുഡ്സ്, ഫേംസിന്റെ കയ്യിലുള്ള ഫൈനൽ ഗുഡ്സിന്റെ മാർക്കറ്റ് വാല്യൂ അല്ലെങ്കിൽ അതിന്റെ പ്രൈസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. സോ അവയെ അതുകൊണ്ടാണ് ഇൻവെന്ററി എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചറിലെ സെക്കൻഡ് കാറ്റഗറിയിൽ വരുന്നത്. കാരണം എന്താണ്? ഇൻവെന്ററി ഗുഡ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് eventually yield a flow of consumption or production services. Okay, then moving on. ഇനി നമ്മൾ നോക്കുന്നത് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ആണ്. ഗവൺമെന്റ് നമ്മുടെ കൺസപ്ഷനും ഇൻവെസ്റ്റ്മെന്റിനും വേണ്ടിയിട്ട് മുടക്കുന്ന ചെലവുകളെയാണ് നമ്മൾ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചറിന്റെ അകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഗവൺമെന്റ് എക്സ്പെൻഡിച്ചറിന്റെ അകത്ത് പ്രധാനമായിട്ടും വരുന്നത് നമ്മളിപ്പോൾ ഒരു സിവിൽ സർവന്റിനെ ഹയർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു മിലിറ്ററി പേഴ്സണലിനെ ഹയർ ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ എന്താണ് ഒരു പബ്ലിക് ബിൽഡിംഗ് ഉണ്ടാക്കുന്നു, റോഡ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങളുടെ വെൽഫെയറിന് വേണ്ടിയിട്ടും അവരുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടും ചെയ്യുന്നതാണ്. സോ അങ്ങനെ ചെയ്യുന്ന എക്സ്പെൻഡിച്ചേഴ്സിനെയാണ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചേഴ്സിനകത്ത് ഉൾക്കൊള്ളിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഗവൺമെന്റിന് നമ്മൾ ഒരുപാട് ബെനിഫിറ്റ്സ് ഗവൺമെന്റ് എംപ്ലോയീസിനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവയൊക്കെ എന്താണ്? ഈ ഒരു ഗവൺമെന്റ് എക്സ്പെൻഡിച്ചേഴ്സിന്റെ അകത്താണ് ഉൾക്കൊള്ളുന്നത്. Then social security, welfare and other transfer payments are not included in government expenditures. So നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു social security, welfare ഇവയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നെന്നായിരുന്നു. പക്ഷെ സോറി, അങ്ങനെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. social security, welfare and other transfer payments are not included in government expenditures. Okay, they are not included. I'm so sorry, ഞാൻ അവിടെ ഒരു മിസ്റ്റേക്ക് ആണെന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ അത് നിങ്ങൾ ക്ലിയർ ചെയ്യുക. സോഷ്യൽ സെക്യൂരിറ്റി, അതുപോലെ തന്നെ വെൽഫെയർ, മറ്റു ട്രാൻസ്ഫർ പേയ്മെന്റ്സ് ഒന്നും ഗവൺമെന്റ് എക്സ്പെൻഡിച്ചറിന്റെ അകത്ത് ഉൾക്കൊള്ളുന്നില്ല. റെസിപ്പിയൻസ് ഓഫ് ട്രാൻസ്ഫർ പേയ്മെന്റ്സ് ഡു നോട്ട് പ്രൊവൈഡ് എനി കറന്റ് ഗുഡ്സ് ഓർ സർവീസസ് ഇൻ എക്സ്ചേഞ്ച് ഫോർ ദീസ് പേയ്മെന്റ്സ്. ഹെൻസ്
നമ്മുടെ ഈ ഒരു ട്രാൻസ്ഫർ പേയ്മെന്റ് റിസീവ് ചെയ്തിരിക്കുന്ന വ്യക്തികളുണ്ടല്ലോ, അവര് എന്താണ് ഈ ഒരു പേയ്മെന്റ്സിന് തിരിച്ച് ഒരു ഗുഡ്സോ സർവീസസോ ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചേഴ്സ് ഓൺ ട്രാൻസ്ഫർ പേയ്മെന്റ്സ് ഡു നോട്ട് ഇൻവോൾവ് ദ പർച്ചേസ് ഓഫ് എനി ഗുഡ്സ് ആൻഡ് സർവീസസ് and therefore excluded from the calculation of government expenditures. So what happens here is നമ്മുടെ ഇപ്പം ട്രാൻസ്ഫർ പേയ്മെന്റ്സിന്റെ റെസിപ്പിയൻസ് ഉണ്ടല്ലോ, അവര് ഒരു ഗുഡ്സോ സർവീസസോ തിരിച്ച് ഗവൺമെന്റിന് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അങ്ങനെ ഗുഡ്സ് ആൻഡ് സർവീസസും ഗവൺമെന്റിന് കിട്ടാത്തത് കൊണ്ട് തന്നെ ഗവൺമെന്റിന് പുതിയ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ പ്രൊക്യൂർമെന്റും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അവ നമ്മുടെ GDP കാൽക്കുലേഷൻ്റെ അകത്തുള്ള ഗവൺമെന്റ് എക്സ്പെൻഡിച്ചറിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യപ്പെടുന്നു. അതൊരു റീസൺ ആയിട്ട് തന്നെ പഠിക്കണം. എന്തുകൊണ്ടാണ് സോഷ്യൽ സെക്യൂരിറ്റി, വെൽഫെയർ ആൻഡ് ട്രാൻസ്ഫർ പേയ്മെന്റ്സ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചേഴ്സിനകത്ത് ഉൾക്കൊള്ളിക്കുന്നില്ലാത്തത്? കാരണം അവ പുതിയ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഗവൺമെന്റിനെ സഹായിക്കുന്നില്ല. അതുകൊണ്ടാണ്. അതൊന്ന് നോട്ട് ചെയ്യണം. പിന്നെ വരുന്നതാണ് നെറ്റ് എക്സ്പോർട്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. എക്സ്പോർട്സ് ആർ ഗുഡ്സ് ആൻഡ് സർവീസസ് produced domestically but sold to foreigners. So what happens here is നമ്മുടെ ഇവിടെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കൺട്രിയിൽ ഉണ്ടാക്കുന്ന ഗുഡ്സും സർവീസസും മറ്റു കൺട്രിയിലോട്ടേക്ക് നമ്മൾ സെൽ ചെയ്യുവാണെങ്കിൽ അവയെ നമ്മൾ എക്സ്പോർട്സ് എന്ന് പറയുന്നു. നമ്മുടെ ഗുഡ്സ് ആൻഡ് സർവീസസിന് പകരമായിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിനെ ഇമ്പോർട്ട്സ് എന്ന് പറഞ്ഞിരിക്കുന്നു. In the expenditure approach to GDP, expenditure on exports are added to total expenditure while expenditures on imports are subtracted from total expenditure. So നമ്മുടെ ടോട്ടൽ എക്സ്പെൻഡിച്ചറിന്റെ അകത്തോട്ട് എന്തൊക്കെയാണ് ഉൾക്കൊള്ളിക്കുന്നത്? എക്സ്പെൻഡിച്ചർ ഓൺ എക്സ്പോർട്സ് ആർ ആഡഡ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഓൺ ഇമ്പോർട്ട്സ് ആർ subtracted. So നമ്മൾ എക്സ്പോർട്സിനെ എക്സ് വെച്ചിട്ടും ഇമ്പോർട്ട്സിനെ എം വെച്ചിട്ടുമാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. സോ നമ്മുടെ നെറ്റ് എക്സ്പോർട്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ എക്സ്പെൻഡിച്ചർ മൈനസ് expenditure on exports minus expenditure on imports ആണ്. കാരണം എന്താണ്? ഈ expenditure on exports എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ GDP ലോട്ടേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. expenditure on imports എന്ന് പറഞ്ഞിരിക്കുന്നത് കുറയ്ക്കും ആണ് ചെയ്യുന്നത്. Alternatively, one can calculate net exports, which is defined as expenditure on exports minus expenditure on imports, and add the value of net exports to nation's total expenditure. So ഈ expenditure on exports minus expenditure on imports എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് എക്സ്പോർട്സ് കിട്ടും. ഈ നെറ്റ് എക്സ്പോർട്സ് ആണ് നമ്മുടെ ടോട്ടൽ എക്സ്പെൻഡിച്ചേഴ്സിലോട്ടേക്ക് നമ്മൾ എടുക്കുന്നത്. സോ നമ്മൾ പറഞ്ഞു ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ 4 കാറ്റഗറിയാണ് ഉള്ളത്. ഒന്നാമത്തേത് എന്താണ്? കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ ആണ്. രണ്ടാമത്തേത് ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ ആണ്. മൂന്നാമത്തേത് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ആണ്. നാലാമത്തേത് നെറ്റ് എക്സ്പോർട്സ് ആണ്. ഇവയെല്ലാം ആഡ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നമ്മുടെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ കിട്ടുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതാണ് എക്സ്പെൻഡിച്ചർ അപ്രോച്ച്. ഇനി നമ്മൾ നമ്മുടെ കമ്മിങ് സെക്ഷനിൽ നമ്മുടെ ഇൻകം അപ്രോച്ചും ഗ്രോത്ത് റേറ്റ് മെഷർമെന്റ് നോക്കും. ഇപ്പോൾ തന്നെ നമ്മുടെ വീഡിയോ ഭയങ്കര ലെങ്തി ആയിട്ടുണ്ടായിരുന്നു. സോ സോറി ഫോർ ദാറ്റ്. നമുക്ക് ലെങ്ത് കുറയ്ക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നതായിരിക്കും. If you have any doubts or clarifications regarding any topics to be taken, please kindly comment in the comment section below. Thank you so much. Enjoy learning and God bless you all.